السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإلى عاد أخاهم هودا قال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون. قال الملأ الذين كفروا من قومه إنا لنراك في سفاهة وإنا لنظنك من الكاذبين. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ കാരുണ്യത്താൽ ഈ റമദാൻ മാസത്തിലെ 22 നോമ്പുകൾ പിടിച്ചു വീട്ടുവാൻ നമുക്ക് സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാണ്. അതുപോലെ തന്നെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവുകളിലാണ് നാം ഇന്നുള്ളത്. അപ്പം ഇതുപോലുള്ള രാവുകൾ മാക്സിമം അത് പൂർണ്ണമായി അതിന്റെ ശ്രേഷ്ഠത പിടിച്ചു പറ്റാൻ നമുക്ക് ശ്രമിക്കണം. അപ്പൊ ഈ രാവുകൾ ഹയാത്താക്കാൻ, സൽക്കർമ്മങ്ങൾ കൊണ്ട് ഹയാത്താക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ ഒരു രാവുകളിൽ നമ്മൾ കൂടുതലായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അത് കൂടുതലായി ചൊല്ലാൻ നാം ശ്രമിക്കണം, പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം എളുപ്പമാക്കി തരുമാറാകട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയ ആ ചരിത്രം, നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം, ആ ഒരു വെള്ളപ്പൊക്കത്തിലൂടെ ഭൂലോകത്തുണ്ടായിരുന്ന എല്ലാ മനുഷ്യരാശികളും മുഴുവൻ, എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടെ ആ കപ്പലിൽ ഒഴികെ ബാക്കി എല്ലാം ചത്തൊടുങ്ങി. ആ 80ഓളം വരുന്ന സത്യവിശ്വാസികളും ആ ഒരു ജീവജാലങ്ങളും, ആ ഒരു കപ്പലിലുണ്ടായിരുന്ന ജീവജാലങ്ങളും മാത്രം ഭൂമിയിൽ അവശേഷിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ആ കപ്പൽ ചെന്ന് നിന്നത് ജൂതി പർവ്വതത്തിന്റെ മുകളിലാണ്. അപ്പൊ ഏകദേശം ആ ഒരു അർമേനിയ, ആ ഒരു മിഡിൽ ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വന്ന് നിന്നത്. അപ്പൊ അവിടെ നിന്ന് വീണ്ടും പുനരാരംഭിക്കുകയാണ് ആ ഒരു മനുഷ്യരാശി മുഴുവനായി. അപ്പൊ നമുക്കറിയാം എന്താണ്, നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ മക്കൾ, 3 സത്യവിശ്വാസികളായ മക്കളുണ്ടായിരുന്നു. സാം, അതുപോലെ തന്നെ ഹാം. ആ 3 മക്കളിലൂടെയാണ് പിന്നീട് ആ ഒരു ജനത, ആ ഒരു വംശം നിലനിന്ന് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 4മതായി വന്ന ഒരു പ്രവാചകൻ ഹൂദ് നബി അലൈഹി ഇസ്ലാം. അപ്പൊ ആ ഹൂദ് നബി അലൈഹി ഇസ്ലാമയുടെ ആ ഒരു പരമ്പര, നൂഹ് നബി അലൈഹി ഇസ്ലാമിൽ നിന്നുള്ള പരമ്പര വരുന്നത് നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ മകനായ സാം, അറബികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന സാം. അപ്പൊ സാമിൽ നിന്ന് സാമിന്റെ മകനായ അർഫഖഷദ്, ആ അർഫഖഷദിന്റെ മകൻ ഷാലഖ്, ഷാലഖിന്റെ മകനാണ് ഹൂദ് നബി അലൈഹി ഇസ്ലാം. അപ്പൊ സാം അറബികളുടെ പിതാവാണ്. അതുപോലെ തന്നെ ഹാം ആഫ്രിക്കക്കാരുടെ പിതാവാണ്. യാഫിസ് ആണ് തുർക്കികളുടെ പിതാവ്. അതുപോലെ തന്നെ ഹൂദ് നബി ഇസ്ലാമിയുടെ മറ്റൊരു പേരായിട്ട് ചരിത്രകാരന്മാർ പറയുന്നതാണ് ആബിർ. ആബിർ എന്ന പേരിലും ഹൂദ് നബി ഇസ്ലാം അറിയപ്പെട്ടു. അപ്പൊ ഈ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ച ഇമാം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി ആണ് അത്തൊബരി എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം ഈ ഒരു അഭിപ്രായം ഉദ്ധരിക്കുന്നത്. അപ്പൊ ആദ്യ ജനത ആരായിരുന്നു? ആദ്യ ജനത ഹൂദ് നബി ഇസ്ലാം വന്ന ആ ജനതയുടെ പേരാണ് ആദ്. അപ്പൊ ആ ഒരു വംശപരമ്പര നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്, ഔസ്, സാം. നൂഹ് നബി ഇസ്ലാമിൽ നിന്ന് നൂഹ് നബി ഇസ്ലാമിന്റെ മകൻ സാം, ഔസ്, ആദ്. ഇവർ അറബികളായിരുന്നു. നമ്മള് കഴിഞ്ഞ വർഷം നമ്മള് ആ ഒരു ചരിത്ര പറഞ്ഞപ്പോൾ അറബികളെ നമ്മൾ 2ആയിട്ട് തിരിച്ചു. അറബൽ ആരിബയും അറബൽ മുസ്താരിബയും. അതായത് ഇബ്രാഹിം നബി ഇസ്ലാമിയുടെ മുമ്പത്തുള്ള പഴയ അറബികളെ നമ്മൾ വിളിച്ചിരുന്നതാണ് അറബൽ ആരിബ. അതിൽ ഉൾപ്പെടുന്ന ഒരു ഗോത്രമാണ് ആദ് ഗോത്രം. അവർ താമസിച്ചിരുന്നത് അൽ അഹ്കാഫ് എന്ന് പറയുന്ന ആ കുന്നുകൾ, ആ കുന്നിൻ ചെരുവുകളിലാണ് അവർ താമസിക്കുന്നത്. ഇന്നത്തെ യമൻ പ്രദേശമായിട്ട്, ഇപ്പൊ ഒമാനും
ഹദർമൗത്തിന്റെയും ഇടയിലായിട്ടാണ് ഈ പ്രദേശം എന്നത്. അപ്പൊ ആ പ്രദേശത്ത് വിളിക്കുന്ന ഒരു പേര് അഷ്ഹിർ എന്നാണ് ആ പ്രദേശത്തിനുള്ള പേര്. ഇപ്പൊ കടലിന്റെ സമീപ പ്രദേശമാണ്. അപ്പൊ അവരുടെ ആ താഴ്വരയുടെ പേരായിട്ട് പറയുന്നത് മുഗൈസ് എന്നാണ്. അപ്പം ഇസ്മായിൽ നബി ഇസ്ലാമിന് മുമ്പുള്ള അറബികളെ നമ്മൾ വിളിച്ചിരുന്നതാണ് അറബൽ ആരിബ. അപ്പൊ അതിൽ ഉൾപ്പെടുന്ന കുറെ ഗോത്രങ്ങളാണ് ആദ്, സമൂദ്, ജുർഹൂം, തസം, ജദീസ് അതുപോലത്തെ ഗോത്രം. അപ്പൊ അവർ താമസിച്ചിരുന്നത്, ഈ ഒരു ആദ് ഗോത്രങ്ങൾ താമസിച്ചിരുന്നത് വലിയ കൂടാരങ്ങളല്ലേ. അപ്പൊ ആ കൂടാരങ്ങൾക്ക് വളരെ ഉയരമുള്ള തൂണുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫജ്റിൽ പറയുകയാണ്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. അപ്പൊ ഉയർന്ന തൂണുകളുള്ള ഇറം എന്ന ആദ് ജനത, അപ്പൊ ഭൂമിയിൽ അവരുടെ പോലെ ശക്തിയുള്ള ജനത ഉണ്ടായിരുന്നില്ല. ഇത് തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഇദ്കുറു ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ഖൗമി നൂഹിൻ വസാദകും ഫിൽ ഖൽഖി ബസ്തത. നൂഹ് നബിയുടെ ജനതയ്ക്ക് ശേഷം നിങ്ങളെ ഭൂമിയിൽ അവകാശികളാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളുടെ ശരീരഘടനയിലും ശക്തിയിലും നിങ്ങളെ വളരെയധികം വർദ്ധിപ്പിച്ചു എന്ന് നിങ്ങൾ ഓർക്കുക. അപ്പൊ ആ നൂഹ് നബി ഇസ്ലാമിയുടെ ആ ജനതയ്ക്ക് ശേഷം വന്ന ഒരു സമൂഹമാണ് ആദ് സമൂഹം. അപ്പൊ അവരെക്കാൾ ശക്തന്മാരായിരുന്നു ആര്? ഈ ഒരു ആദ് സമൂഹം. ശരീരഘടനയിലും അവർ വളരെയധികം സ്ട്രോങ് ആയിരുന്നു. അപ്പം അതായിരുന്നു ആദിന്റെ ശക്തി. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഖാലു മൻ അശദ്ദു മിന്ന ഖുവ്വതൻ. അവർ പറയുകയാണ്, ഞങ്ങളെക്കാൾ ശക്തിയുള്ളവർ ആരുണ്ട് എന്ന് അവർ പറയുന്നതായിട്ട് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ ശരീരശക്തി, അതുപോലെ തന്നെ ധൈര്യം, ഭൗതിക ശക്തി, ഇതിൽ അവർ വളരെ ശക്തരായി. അപ്പൊ ആ മഹാപ്രളയത്തിന് ശേഷം ആദ്യത്തെ ഷിർക്ക്, നൂഹ് നബി ഇസ്ലാമിയുടെ ആ വെള്ളപ്പൊക്കത്തിന് ശേഷം ആദ്യമായി വിഗ്രഹാരാധന ആരംഭിച്ച ജനതയാണ് ആദ്. അപ്പൊ അവരുടെ വിഗ്രഹങ്ങൾ, അവര് മെയിനായിട്ട് ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് സത്ത്, സമൂദ്, ഹറ. ഈ മൂന്ന് വിഗ്രഹങ്ങളെയാണ്, ഈ മൂന്ന് വിഗ്രഹങ്ങളിലൂടെയാണ് ഷിർക്ക് പിന്നീട് ആ ജനതയിലേക്ക് പിന്നീട് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു അവരുടെ അടുക്കൽ ഹൂദ് നബി ഇസ്ലാമെ ഇതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ഒരു ദഅവത്തിന്റെ ഭാഗമായിട്ടാണ് ഹൂദ് നബി ഇസ്ലാമെ അവരിലേക്ക് അയക്കുന്നത്. ഹൂദ് നബി ഇസ്ലാം പറയുകയാണ്, സൂറത്തുൽ അഅറാഫിൽ പറയുകയാണ്, യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. എന്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനെ ഒഴികെ നിങ്ങൾക്ക് മറ്റൊരു ഇലാഹില്ല. അപ്പൊ അതിനോട് ജനങ്ങളുടെ പ്രതികരണം, ആ ജനത പറഞ്ഞു, ഇന്നാല നറാക ഫീ സഫാഹത്തിൻ. നീ മൂഢനാണെന്ന് ഞങ്ങൾ കാണുന്നു, അപ്പൊ നീ കള്ളനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ആ ഒരു ജനത തിരിച്ച് ഹൂദ് നബി ഇസ്ലാമോട് മറുപടി പറയുകയാണ്. അപ്പൊ അതിന് ഹൂദ് നബി ഇസ്ലാമിന്റെ മറുപടി, ഖാല യാ ഖൗമി ലൈസ ബി സഫാഹത്തിൻ. എനിക്ക് മൂഢതയില്ല, ഞാൻ ലോകങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു ദൂതനാണ്, ഒരു പ്രവാചകനാണ് എന്ന് ആ ഒരു ജനതയോട് ഹൂദ് നബി ഇസ്ലാം പറയുകയാണ്. അപ്പം ആ ഒരു ജമാഅത്തിന്റെ പ്രത്യേകത, ഹൂദ് നബി ഇസ്ലാം പറഞ്ഞു സൂറത്തുൽ ഹൂദിൽ, യാ ഖൗമി ലാ അസ്അലുക്കും അലൈഹി അജ്റ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല, അപ്പൊ എന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ്. പക്ഷെ ആ ജനതയുടെ അഹങ്കാരം കാരണം അവർ പറഞ്ഞു കഴിഞ്ഞു, നീ ഇത്ര വലിയ ഖിയാമത്തിൽ പറയുകയാണെങ്കിൽ നീ ആ ശിക്ഷയും കൊണ്ടുപോവാ, എന്നാ പറ്റുന്നത് ഞങ്ങൾ നോക്കട്ടെ എന്ന രൂപത്തിൽ ആ ഒരു ജനത അഹങ്കരിച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിലെ തന്നെ സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നു. അങ്ങനെ ആ അള്ളാഹുവിന്റെ ശിക്ഷ വരികയാണ്. സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫലമ്മാ റഔഹു ആരിളൻ മുസ്തഖ്ബില ഔദിയതിഹിം. അതായത് അവർ ആകാശത്ത് ഒരു വലിയ മേഘം കാണുകയാണ്. പക്ഷെ അവർ കരുതിയിരുന്നു, അവർ പറയുകയാണ്, ആ ആദ്യ സമൂഹം പറയുകയാണ്, ഹാദാ ആരിളും മുംതിറുന. ഇത് മഴ കൊണ്ടുവരുന്ന വെറും മേഘമാണ് എന്ന രൂപത്തിൽ അവർ പറയുകയാണ്. യഥാർത്ഥത്തിൽ അതെന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുകയാണ്, ബൽ ഹുവ മസ്തഅജൽതും. അപ്പൊ നിങ്ങൾ ആവശ്യപ്പെട്ട ആ ശിക്ഷ തന്നെയാണ് ഇത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വേദനാജനകമായ ഒരു കാറ്റിനെ അവരിലേക്ക് അയക്കുകയാണ്. അപ്പൊ ആ ശിക്ഷയുടെ രൂപം സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ബിരീഹിൻ സർസറിൻ ആതിയ. അത് ശക്തമായ കാറ്റ്. സഖറഹ അലൈഹിം സബഅ ലയാലിൻ വസമാനിയത അയ്യാം. 7 രാത്രിയും 8 ദിവസവും തുടർച്ചയായി ആ ഒരു കാറ്റ് അവരിലേക്ക് അടിക്കുകയാണ്. അങ്ങനെ അവരുടെ ആ അന്ത്യം, ആ ഒരു ജനതയുടെ മുഴുവൻ അന്ത്യം അവിടെ നടക്കുകയാണ്. അപ്പൊ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കഅന്നഹും അഅജാസു നഖ്ലിൻ ഹാവിയ. അവർ വീട് കിടന്നെടുത്ത് തലയില്ലാത്ത ഈത്തപ്പനയുടെ തണ്ടുകൾ പോലെ
കിടന്നിരുന്നത്. അപ്പൊ ആ കാറ്റ് അവരെ ആകാശത്തേക്ക് ഉയർത്തി നിലത്തേക്ക് വീഴ്ത്തി, അങ്ങനെ ആ രൂപത്തിലാണ് ആ വിശദീകരണം. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ഒരു ചരിത്രകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു താരീഖിൽ എഴുതുന്ന ഒരു വിശദീകരണമുണ്ട് ഈ ഒരു ആദ്യ സമൂഹത്തിൽ സംഭവിച്ച ആ ഒരു കാര്യങ്ങളെ പറ്റി. അപ്പം അത് കാറ്റാണെന്ന് ആദ്യം കണ്ട് മനസ്സിലാക്കുകയും ചെയ്തത് ആദ്യ ഒരു സ്ത്രീയായിരുന്നു. അവരുടെ പേര് മഹദ് എന്നായിരുന്നു. അതിൽ എന്താണെന്ന് വ്യക്തമായി കണ്ടപ്പോൾ അവർ വിളിച്ച് കരഞ്ഞു ബോധം കിട്ടുന്നു. അപ്പൊ ബോധം വീണ്ടെടുത്ത ശേഷം ജനങ്ങൾ അവരോട് ചോദിക്കുകയാണ്, മഹദ് നീ എന്താണ് കണ്ടത്? അപ്പൊ അവർ പറയുകയാണ്, അതിനുള്ളിൽ കത്തുന്ന തീപ്പൊരി പോലെയുള്ള ജാലകളോട് കൂടി ഒരു കാറ്റ് ഞാൻ കണ്ടു. അപ്പൊ അതിന്റെ മുന്നിൽ പുരുഷന്മാർ അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവർ പറയുകയാണ്. അപ്പൊ അള്ളാഹു ആ കാറ്റ് അവരിൽ 7 രാത്രിയും 8 ദിവസവും തുടർച്ചയായി അടിച്ചുവിടുകയാണ്. അപ്പൊ അത് ആ ജനങ്ങളിൽ ഒരാളെയും ജീവനോടെ വിട്ടില്ല. ഹൂദ് നബി അലൈഹി ഇസ്ലാമയും അദ്ദേഹത്തെ വിശ്വസിച്ചവരെയും അവർ അടഞ്ഞ ഒരു പ്രത്യേക സ്ഥലത്ത്, ഒരു സ്ഥലത്തിനുള്ളിലായിരുന്നു. അപ്പൊ അവിടെ അവർക്ക് ഒരു ദേഹത്തിന്, അവരുടെ ത്വക്കിന് മൃദുവായി തൊടുന്ന ഒരു മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന രൂപത്തിലുള്ള കാറ്റൊഴികെ ഒന്നും അവരിലേക്ക് ബാധിച്ചില്ല. മറ്റു ബാക്കിയുള്ള ആ ജനതയെ മുഴുവൻ ആ ഒരു കാറ്റ് കൊല്ലുകയാണ്. അപ്പൊ ആ കാറ്റ് ജനങ്ങളുടെ ആ ശരീരത്തിലൂടെ കടന്നു പോവുകയും ഇതേ രൂപത്തിൽ തലയില്ലാത്ത ഈത്തപ്പന മരങ്ങളെ പോലെ അവർ അവിടെ വീണ് മരിക്കുക എന്ന രൂപത്തിൽ വിശദീകരിക്കാൻ കാണാൻ സാധിക്കും. അപ്പൊ വിശ്വാസം പറഞ്ഞൊരു ഹദീസ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് വിശ്വാസം പറഞ്ഞ, എനിക്ക് സഭാ കാറ്റുകൊണ്ട് സഹായം ലഭിച്ചു, അതേസമയം ആദ്യ ജനതയ്ക്ക് ദബൂർ കാറ്റുകൊണ്ട് നശിക്കപ്പെട്ടു അവർ. അപ്പൊ ഈ ഒരു വിശദീകരണം, ഈ ഒരു ആദ്യ സമൂഹത്തിന്റെ ആ ഒരു അഹങ്കാരവും അവരുടെ ആ ഒരു ശക്തി കാരണം അവർക്കുണ്ടായ അഹങ്കാരം മൂലം അവർ അള്ളാഹുവിനെ ധിക്കരിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകനെ ധിക്കരിക്കുകയും ആ ഒരു വിശ്വാസത്തിൽ നിന്ന് അവർ വ്യതിചരിക്കുകയും ചെയ്ത കാരണം ആ ഒരു വെല്ലുവിളിച്ചത്, അള്ളാഹു വെല്ലുവിളിച്ചു, നിങ്ങൾ ആ ശിക്ഷയിൽ കൊണ്ടുപോവാ എന്ന രൂപത്തിൽ വെല്ലുവിളിച്ചത് മൂലം അവരുടെ ആ ഒരു അന്ത്യം അവിടെ സംജാതമാവുകയാണ്. അങ്ങനെ ആ ഒരു തൗഹീദ് ഇല്ലെങ്കിൽ ഒരു സമൂഹത്തെ നശിപ്പിക്കുകയാണ്. അപ്പൊ ആദ്യം പറഞ്ഞു, ഞങ്ങളെക്കാൾ ശക്തിയുള്ളവർ ആരുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ എന്നാൽ അള്ളാഹു കാണിച്ചത് അള്ളാഹുവിന്റെ ശക്തിക്ക് മുന്നിൽ ആരും ഒന്നുമല്ല എന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കാര്യം എടുത്ത് വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഹൂദ് നബി ഇസ്ലാമിയുടെ ആ സമൂഹത്തിന്റെ ഒരു ചെറിയൊരു ചരിത്രം. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രവുമായി നമുക്ക് കൂടുതൽ പഠിക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഫിത്ർ സക്കാത്തിന്റെ പിരിവ് തുടങ്ങിയിട്ടുണ്ട്. ഒരാൾക്ക് ഒരു വിഹിതം 130 രൂപയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ മുൻ പൂർവ്വ മദ്രസ വിദ്യാർത്ഥിയായിരുന്ന മുംതാജ് മുവാഫിക്ക, അപ്പൊ അവര് ഡെലിവറിയുമായി ബന്ധപ്പെട്ട് തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സഹോദരിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കബറിടങ്ങൾക്ക് വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.